സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ അവസാനവട്ട ഒരുക്കൽ കൊല്ലത്ത് ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. വിവിധ വിഭാഗങ്ങളുടെ ഏകോപന പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. കലോത്സവ വിളംബര ജാഥ വൈകിട്ട് നടക്കും. രജിസ്ട്രേഷൻ കമ്മിറ്റി, ഭക്ഷണ കമ്മിറ്റി, അക്കോമഡേഷൻ കമ്മിറ്റി തുടങ്ങി 20ഓളം വിഭാഗങ്ങൾ കലോത്സവം കുറ്റമറ്റ രീതിയിലാക്കുന്നതിനുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകളുമായി മുന്നോട്ട് പോവുകയാണ്. ഹരിത പ്രോട്ടോകോൾ പ്രകാരമുള്ള ഇത്തവണത്തെ കലോത്സവത്തിൽ വേദികളിൽ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കമുള്ളവ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു തുടങ്ങി. മന്ത്രി വി ശിവൻകുട്ടി പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണ്. ഇന്ന് രാവിലെ 8 മണിക്ക് 117 പവനുള്ള സ്വർണ്ണക്കപ്പ് കോഴിക്കോട് നിന്നും അതിൻ്റെ പ്രയാണം കൊല്ലത്തേക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ ആശ്രമ മൈതാനത്ത് നടന്ന ചടങ്ങെന്ന് പറയുന്നത് കൊല്ലം കോർപ്പറേഷൻ മേയറുടെ നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെയും ഒക്കത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 7 മണി മുതൽ ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചു. ഏതാണ്ട് മൈതാനം മൊത്തം ശുചീകരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പന്തൽ സമർപ്പണ പരിപാടിയും രാവിലെ നടന്നു. വൈകിട്ട് കലോത്സവ വിളംബര ജാഥയും നഗരത്തിൽ നടക്കും. കോഴിക്കോട്ട് നിന്നും ഘോഷയാത്രയെത്തുന്ന സ്വർണ്ണക്കപ്പ് നാളെ വൈകിട്ട് 3-ന് ആശ്രാമം മൈതാനത്ത് എത്തും. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളും രക്ഷിതാക്കളും കൊല്ലത്തേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ജനം, കൊല്ലം.